ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ആദ്യമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അപ്പം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ വേണം. ഞാൻ കുറേ ദിവസമായി ജൂൺ 6 ഞാൻ വീഡിയോ ഇടാറ് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ വോയിസ് കൊടുക്കാൻ പനിയായ കാരണം പറ്റിയിട്ടില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് ഒരു മന്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. ഇന്ന് നോമ്പൊക്കെ ആണല്ലോ. നോമ്പ് തുടങ്ങിയിട്ട് 10 ദിവസമായി. പക്ഷെ ഇന്നലെ ഇന്നിപ്പോൾ എല്ലാവർക്കും നോമ്പുള്ളതാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു മന്തിൻ്റെ റെസിപ്പിയാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ്, നമ്മൾ ആദ്യമായിട്ട് ഇത് വോയിസ് ഇടുമ്പോൾ എന്തൊക്കെയോ ഒരു തപ്പപ്പഴ ഇങ്ങനെ കുറച്ചാണ് ശീലമാവണം. അപ്പോഴേ മനസ്സിലാവും ഇതൊന്ന് ശരിയായി വരുള്ളൂ, ഒന്ന് ചേലക്കായി വരാൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടെങ്കിൽ അത് നിങ്ങളോട് ക്ഷമ ചോദിക്കണം. അപ്പം വീഡിയോയിൽ ഞാനത് ഉണ്ടാക്കുകയാണ്. അപ്പുറത്ത് 1 കിലോ മന്തിയരിയാണ്. അതേപോലെ ഇറച്ചി 1 കിലോ തന്നെ വാങ്ങിയത്. ഇറച്ചി മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ 3 ആളേ ഉള്ളൂ. അത് കാരണം പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഒരു നേരത്തെ ഭക്ഷണമല്ലേ, നോമ്പ് തുറന്നാലുള്ളതാണല്ലോ. അതിനെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മളങ്ങനെ കാറ്ററിങ്ങിനൊന്നും വാങ്ങാറില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ അങ്ങനെ ഒരു ചാനൽ തുടങ്ങണമെന്ന് തോന്നി. കുറേ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയതാണ്. അതിൽ എന്തെങ്കിലും വിജയം ഉണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നുള്ള ഇതിലാണ്. മറ്റൊരു പരാജയം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ ഞാൻ തുടങ്ങാൻ കാരണം. കുറേ മുമ്പ് ഇങ്ങനെ കുറേ ആലോചിച്ചതാണ്. അപ്പോൾ അതൊന്നും പറ്റിയില്ല. അപ്പോൾ വീണ്ടും ഇപ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിയതാണ്. നോക്കിയെങ്കിലൊന്നുള്ള വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. പിന്നെ മറക്കാതെ നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം. നിങ്ങളെ സപ്പോർട്ട് നിങ്ങളെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ സബ്സ്ക്രൈബൊന്നും ആയിട്ടില്ല. സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ്. എനിക്ക് ഒരു 15 ആളുള്ളൂ. പക്ഷെ ആരോടും അങ്ങനെ ചാനൽ തുടങ്ങിയിട്ടെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല. അങ്ങനെ അറിവുള്ളവരോടൊന്ന് നമ്മൾ അടുത്തുള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞെന്നല്ലാതെ വേറെ ആരോടും ഞാൻ പറഞ്ഞില്ല. പനിയായ കാരണം പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾക്കൊന്ന് ചേലായി കിട്ടണം, എന്നാലേ ശരിയാവുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയൊക്കെ വേണം. ഇവിടെ ഉണ്ടാക്കിയിരുന്നു. അത് സാവുനരി സേമിയും ഒക്കെ ഇട്ടിട്ട് സംസാരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ പനി കെട്ടായ കഫക്കെട്ടൊക്കെ ആയ കാരണം അപ്പം ശരിയാവട്ടെന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ ആരും ഇത് നോക്കാത്ത കാരണം ഇപ്പം ഇന്ന് ഞാനൊന്ന് വോയിസ് ഇടാൻ കാരണം. ഞങ്ങളെല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാ കൂട്ടുകാരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം.